ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട ഒരു അടിപൊളി വീഡിയോ ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ 90% ആളുകൾക്കും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം. ഒരു 90% നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സംഭവം വർക്ക്ഔട്ട് ആവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഡാസ്ലറിൽ നിന്ന് ഗിഫ്റ്റ് ഹാമ്പർ കിട്ടും, ഇതാണ് നമ്മുടെ വീഡിയോ. ഇതാണ് ഞാൻ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്തിട്ടോ. അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെന്റ് എന്നെ ഇത് നിർത്താൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് എന്തൊക്കെ കിട്ടി എന്ന് നോക്കാം. ലിപ്സ്റ്റിക്സും അതുപോലെ തന്നെ ഒരു ഐലൈനറും ആണ് കിട്ടിയത്. ആദ്യം തന്നെ അതിന്റെ മുന്നേ നമുക്ക് ഇതുപോലൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിലൊരു ഗിഫ്റ്റ് വൗച്ചർ പോലെയാണ്. ഒരു ഫ്ലാറ്റ് 50% ഓഫ് കിട്ടും ഓൺ യുവർ നെക്സ്റ്റ് ഓർഡർ എബവ് 699 എബവ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 50% ഓഫ് കിട്ടുന്നതാണ്. അതൊരു അടിപൊളി സംഭവമാണ്. അപ്പോൾ നമുക്ക് 450ക്ക് എത്ര വേണമെങ്കിൽ സാധനങ്ങൾ കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്നും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കിട്ടിയത് ഇതുപോലെ കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്. ഈ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വയ്ക്കാൻ വലിയ കാര്യമൊന്നുമില്ല, അതും കുഞ്ഞു കുട്ടികൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ എനിക്ക് കിട്ടിയത് 4 ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഇത് ഞാൻ ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് ഈ വൈറൽ ആയിട്ടുള്ള ലിപ് ഷെയ്ഡാണ്. ഇത് ഡാസ്ലറിന്റെ 025 ഷെയ്ഡാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ ഒരു ആപ്ലിക്കേറ്റർ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. കുറെ പേർക്ക് അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്, കുറെ പേർക്ക് അത് വർക്ക്ഔട്ട് ആയിട്ടില്ല. ഈ പറഞ്ഞ എനിക്ക് തന്നെ ഞാൻ ആദ്യം ഇത് ടെസ്റ്റ് വേറൊരു ഡാറ്റിലെ ലിപ്സ്റ്റിക് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കാൻ പോയപ്പോൾ ഇതെനിക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് എടുക്കാതെ പോന്നു. അപ്പം ഇന്ന് എനിക്കിത് ഹാമ്പർ ഗിഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്കിത് എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ സർപ്രൈസിംഗ്ലി അത് അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യം എനിക്ക് അറിഞ്ഞുകൂടാ അതിന്റെ ഷെയ്ഡിന് ഒരു എന്താ വ്യത്യാസം വരുത്തിയതാണോ അതെനിക്കറിയില്ല. നമ്മൾ എൻ്റെ പോലെ ഒരു സ്കിൻ ടോൺ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് കട്ടിക്ക് ഇടുമ്പോഴാണ് അതിലൊരു എന്തുപോലെ തോന്നിച്ചാൽ ഭയങ്കര പിഗ്മെന്റഡ് ലിപ്സ് ആയിട്ടാണ് ആദ്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അല്ലാതെ ഒരു ലൈറ്റർ ഷെയ്ഡ് ആയിട്ട് ഇടുവാണെങ്കിൽ ഇത് നല്ല പെർഫെക്റ്റ് ഒരു ഡെയിലി വെയറിനൊക്കെ പറ്റുന്ന പോലെ ഒരു ന്യൂഡ് കൈൻഡ് ഓഫ് ബ്രൗൺ അങ്ങനെ ഒരു കളറാണ് വരുന്നത്. സൈഡ് ഇടുവാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു കളറാണ് വരുന്നത്. ഇത് ഗൈസ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ ആദ്യം കരുതുന്ന പോലെയല്ല. ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ മിക്സ് ചെയ്യുമ്പോഴൊക്കെ നല്ലപോലെ ഒരു ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതാണ് ആദ്യത്തെ ലിപ്സ്റ്റിക് പറയുന്നത്, ഡാസ്ലർ 025 ലിപ്സ്റ്റിക്. നെക്സ്റ്റ് വൺ പറയുന്നത് കാണുമ്പോൾ ഒരു ഇടിവെട്ട് കളറായിട്ട് തോന്നുമെങ്കിലും അത്രയ്ക്ക് ഇടുമ്പോൾ ഒരു ഇടിവെട്ടൊന്നും ആവില്ല. നല്ലൊരു ലൈറ്റ് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്ന ഈ ഷെയ്ഡില്ലേ, ഈ ഒരു ഷെയ്ഡിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടൈപ്പ് ലിപ്സ്റ്റിക് ആണിത്. അപ്പം അതാ പറയാം, ഇതിന്റെ ഷെയ്ഡ് നമ്പർ DLC 016 ആണ് കേട്ടോ. DLC 016 ഡാസ്ലറിന്റെ. ഇത് അത്യാവശ്യം ഒരു ഭയങ്കര ഫെയർ ആയിട്ടുള്ള ഒരാൾ ഇടുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. ഒരുപാട് എൻ്റെ ഒരു സ്കിൻ ടോൺ ഒക്കെ ആണെങ്കിൽ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പോവും. ഒരുപാട് കട്ടിക്ക് ഇടാതിരിക്കുക. അതുപോലെ ലൈറ്റ് ആയിട്ട് ഇടുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ഫിനിഷ് കിട്ടുന്ന ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് പറയുന്നത് ഇങ്ങനത്തെ ഒരു കളറായിട്ടാണ് വരിക. ഇതാണ് ഭയങ്കര ഫെയർ ആയിട്ട് ആളുടെ കൈയാണെങ്കിൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. പിന്നെ നമ്മുടെ ഒരു ഡസ്കി സ്കിൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു കളറായിട്ടാണ് വരിക. കാണാനുണ്ടോ? ഓക്കെ. പക്ഷെ അത് നമുക്ക് മിക്സ് ചെയ്തിടാം, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം നല്ല പോലൊരു കളറായിട്ട് മാറുന്നുണ്ട്. തേർഡ് ഷെയ്ഡ് പറയുന്നത് ഇതാണ്. ഈ ഷെയ്ഡ് നമ്പർ DLC 024 ഷെയ്ഡാണ്. 25ന്റെ തൊട്ട് താഴെയുള്ള ഷെയ്ഡ്. ഇത് അത്യാവശ്യം ഒരു ഇങ്ങനെയാണ്. ഇത് ഞാൻ തുറന്നിട്ടില്ല. ഇതിന്റെ കളർ വരുന്നത് ഇങ്ങനെയാണ്. ഇത് തുറന്നിട്ടില്ല. തുറന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ എങ്ങനെയാണെന്ന് നമ്മൾ ആരും തുറക്കരുതെന്ന് വിചാരിച്ചിട്ടുള്ള പോലെയാണ് ഇവരുടെ പാക്കേജിങ് മുഴുവൻ. അതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ് തുറക്കാൻ. ഞാൻ ഇതൊന്ന് തുറന്നിട്ട് തരട്ടെ. ഇതാണ് ഒരു കളർ വരുന്നത്. ഇത് ഇടുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഒരു കളർ വരുന്നത് ഇങ്ങനെയാണ്. ഇത് ഭയങ്കര ഒരു ഫ്ലൂറസെന്റ് കൈൻഡ് ഓഫ് കളറാണ് നമുക്ക് ഇതിൽ കാണുന്നത്. ഇട്ട് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കാണാം. ഇതെനിക്ക് ഇട്ട അത്ര നന്നാവുമെന്ന് തോന്നുന്നില്ല ഗൈസ്. നോക്കട്ടെ, ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലിപ്സ്റ്റിക് പറയുന്നത്. ഇതിന്റെ ഷെയ്ഡ് നമ്പർ DLC 019 ഷെയ്ഡാണ്. ഇത് നമുക്ക് തുറന്നു നോക്കാം. ഇതാണ് ആ നെക്സ്റ്റ് ലിപ്സ്റ്റിക് പറയുന്നത്, DLC 019. ഈ ഷെയ്ഡ് ഇങ്ങനത്തെ ഷെയ്ഡാണ്. ഇതിന്റെ കളർ വന്നിട്ട് ഷെയ്ഡും ഏകദേശം ഒരു സെയിം കളർ ഷെയ്ഡാണ്. ഇതിന്റെ
ഇത് ഡസ്കി സ്കിൻ ടോണിന് അത്രയ്ക്ക് അങ്ങോട്ട് പോകുന്നുണ്ടായില്ല. പക്ഷെ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തിടുമ്പോൾ നല്ലതായിട്ട് കിട്ടുന്ന ഒരു ടൈപ്പ് ഷെയ്ഡാണിത്. അപ്പം ഈ 4 ലിപ് ഷെയ്ഡ്സ് ആണ് എനിക്കിപ്പം ഡാസ്ലർ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ എനിക്കൊരു ലിപ് ലൈനർ അല്ല, എനിക്കൊരു ഐലൈനർ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു വാട്ടർ പ്രൂഫ് ഐലൈനറും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഒരു മുന്നത്തെ വീഡിയോയിലും ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട്. ഇത് ഭയങ്കര വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഐലൈനർ ആണ് ഗൈസ്. ഇത് പെൻ ഐലൈനർ ആണ്, പക്ഷെ നല്ല വാട്ടർ പ്രൂഫ് ആണ്. എത്ര തേച്ചൊരച്ചാലും പോയില്ല, അങ്ങനത്തെ ഒരു ഐലൈനർ ആണ്. അപ്പം ഇത്രയും 4 സംഭവങ്ങളാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങളൊരു ചെറിയ യൂട്യൂബർ ആണെങ്കിൽ പോലും, എന്നെ പോലെ ഒരു സ്റ്റാർട്ടിങ് യൂട്യൂബർ ആണെങ്കിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാം എന്ന രീതിയിലാണ് ഡാസ്ലർ ഈ ഒരു സംഭവം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്കൊരു ചെറിയ ഫോളോവർ ബേസ്, അതായത് എൻ്റെ പോലെ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വ്യൂസ് ഒരു മിനിമം ഒരു 1000 അല്ലെങ്കിൽ ഒരു 600 700 അങ്ങനെ ഒരു റേഞ്ചിലെങ്കിലും വ്യൂസ് വരുന്നതുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ടും ഈ ഒരു എന്താ പറയുക, ഈ ഒരു സംഭവം കിട്ടുന്നതാണ്. അല്ല, നിങ്ങൾക്ക് അതും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഒരു 75% നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഗൈസ്, ഇതുപോലെ തന്നെ ഞാൻ ഒരു യൂട്യൂബറിന്റെ വീഡിയോ കണ്ടു. സോറി, എനിക്ക് ആ യൂട്യൂബിന്റെ പേര് അറിഞ്ഞുകൂടാ. ഞാൻ എവിടെയെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ, അല്ലെങ്കിൽ ഞാൻ തരട്ടെ, എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പൊ ആ യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടപ്പോഴാണ് ഇങ്ങനെ കൊളാബായിട്ട് ഡാസ്ലറിന്റെ ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയെന്ന് പറഞ്ഞ് കാണുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, സോ എനിക്കും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനും ട്രൈ ചെയ്തു. അതായത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ഡാസ്ലറിൽ നിന്നൊരു ഡയറക്റ്റ് മെയിൽ അയച്ചിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഹാമ്പർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഡയറക്റ്റ് മെയിൽ അയക്കുമ്പോൾ അവർ നമ്മുടെ അടുത്ത് റിപ്ലൈ ചെയ്യാൻ, എൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറയാം എങ്ങനെയാണ് എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ, ഞാൻ അവർക്ക് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഇമെയിൽ അയച്ചു. എൻ്റെ പേര് ഇതാണ്, എനിക്ക് ഇങ്ങനെ ഒരു ചാനലിന്റെ ചാനലുണ്ട് മറ്റു ചാനലിന്റെ പേര്, അതുപോലെ തന്നെ എന്താണെങ്കിലും ഞാൻ കോണ്ടന്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഞാൻ മുന്നേ ഡാസ്ലറിന്റെ കുറച്ച് പ്രോഡക്ട്സ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ പ്രോഡക്ട്സ് കിട്ടുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ റിവ്യൂ ചെയ്യാനുള്ള ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അതുപോലെ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് പ്രോഡക്ട്സ് അയച്ചു തരാവുന്നതാണ്. അപ്പൊ ഞാൻ ഇതുപോലെ റിവ്യൂ ചെയ്ത് പോസ്റ്റ് ഇടാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു മെയിൽ അയച്ചു. ആ മെയിൽ ഐ ഡി ഞാൻ ഈ ഒരു മെയിൽ ഐ ഡിയിലേക്കാണ് ഇവിടെ കൊടുക്കാം. ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ഞാൻ ഡയറക്റ്റ് ആയിട്ട് മെയിൽ അയച്ചു. അത് ഡാസ്ലറിന്റെ സപ്പോർട്ട് ഇമെയിൽ എന്തോ ആയിരുന്നു. ആൻഡ് നമുക്ക് അതിന് അപ്പൊ ഞാൻ വിചാരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷെ കിട്ടി പോയാൽ പോയി എന്നുള്ള പോലെ നമുക്ക് ചിലവൊന്നുമില്ലല്ലോ ഒരു മെയിൽ അയക്കുക. അപ്പൊ ഞാൻ അങ്ങനെ മെയിൽ അയച്ചു കഴിഞ്ഞ് എനിക്കൊരു ഒരുപാട് ദിവസം എടുത്തില്ല, എനിക്കൊരു 2-3 ദിവസത്തിന് ശേഷം ആ മെയിലിന് റിപ്ലൈ വന്നു, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾക്കും ഓക്കെ, ഞങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന പോലെ എനിക്ക് തിരിച്ചൊരു മെയിൽ വന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട്, ദൈവമേ, എനിക്ക് ഫസ്റ്റ് കൊളാബ് അങ്ങനെയൊക്കെയാണ് മനസ്സിലായിട്ട്, ഫസ്റ്റ് കൊളാബ് ഡാസ്ലർ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ എനിക്ക് റിപ്ലൈ മെയിൽ വന്നു എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ പേര്, അഡ്രസ്, അതുപോലെ തന്നെ ചാനലിന്റെ ലിങ്ക്, അതുപോലെ ബാക്കി ഡീറ്റെയിൽസ്, എന്തുകൊണ്ടാണ് കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം വന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ റീസൺ ഫോർ അപ്രോച്ചിങ് ദം, അങ്ങനെ ഒരു സംഭവം, അതൊക്കെ കൂടെ നമ്മൾ അതിന് റിപ്ലൈ മെയിൽ ആയിട്ട് അയക്കണം. അപ്പൊ ഞാൻ അപ്പം തന്നെ ഇരുന്നിട്ട് എല്ലാം 1 by 1 ആയിട്ട് റിപ്ലൈ മെയിൽ അയച്ചു. അപ്പം ആദ്യം എനിക്ക് ആ മെയിൽ ഐ ഡി നിങ്ങൾ നല്ലപോലെ നോക്കി റിപ്ലൈ മെയിൽ അയക്കണം. അതുപോലെ ആ മെയിൽ ഐ ഡി ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത്. പിന്നെ ഞാൻ തിരിച്ചയച്ച മെയിൽ, നമ്മൾ റിക്വസ്റ്റ് അയച്ച ഇമെയിലേക്കല്ല ഇതിന്റെ ഡീറ്റെയിൽസ് അയക്കുക, അവർ വേറൊരു ഇമെയിൽ തരും. ആ ഇമെയിലേക്കാണ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ തന്നെ റിപ്ലൈ മെയിൽ അയച്ചു. ആൻഡ് റിപ്ലൈ മെയിൽ അയച്ചതിന് ശേഷം എനിക്ക് കുറച്ച് ദിവസം എടുത്തു. പിന്നെ ഒരു 4-5 ദിവസത്തിന് ശേഷം എനിക്ക് റിപ്ലൈ പിന്നെ ഒരു മെയിൽ അയച്ചു. കുറച്ച് പ്രോഡക്ട്സിന്റെ ഇങ്ങനെ നമുക്ക് അവരുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിന് 4 ലിപ്സ്റ്റിക് ഷെയ്ഡ് സെലക്ട് ചെയ്യാം എന്ന പോലെ തിരിച്ച് റിപ്ലൈ മെയിൽ അയക്കുകയാണ്. അപ്പൊ ഞാൻ അതിൽ നിന്ന് 4 ഷെയ്ഡ് സെലക്ട് ചെയ്തു. നമുക്ക് ആ ഷെയ്ഡ് സെലക്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, കാരണം എല്ലാം ഒരേ കളറായിട്ട് കിടക്കുക, എക്സാക്ട് ഷെയ്ഡായിട്ട് ആ ഷെയ്ഡിന്ന് കാണാനുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ലൈറ്റർ ഷെയ്ഡ്സ് എടുക്കാം, കാരണം ഞാൻ എപ്പോൾ ലിപ്സ്റ്റിക് എടുക്കുമ്പോഴും കുറച്ച് ഡാർക്ക് സൈഡിലേക്കാണ് പോവാറ്. അങ്ങനെ അതിന് ഞാൻ കുറച്ച് എനിക്കൊരു ഇത് തോന്നിയ പോലെ കുറച്ച് ലൈറ്റർ ആയിട്ടുള്ള ന്യൂഡിലേക്ക് വരുന്ന ഷെയ്ഡ്സ് എടുത്തു. ഞാൻ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ, നമുക്കത് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടുമ്പോൾ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് ഷെയ്ഡ്സാണ് ഞാൻ സെലക്ട് ചെയ്തത്. അങ്ങനെ ഞാൻ അതിന് റിപ്ലൈ മെയിൽ അയച്ചു കൊടുത്തു. പിന്നെയും കുറച്ച് ദിവസത്തിന് ശേഷം എന്താ പറയാ, എനിക്ക് അതിൽ നിന്ന് റിപ്ലൈ വന്നു. പ്രോഡക്റ്റ് ഒക്കെ ഐറ്റംസ് ഒക്കെ കുറച്ച് ദിവസം എന്നല്ല, നെക്സ്റ്റ് ഡേ എനിക്ക് റിപ്ലൈ മെയിൽ വന്നു, ഐറ്റംസ് ഒക്കെ ഷിപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രാക്കിംഗ് ഐ ഡിയും എല്ലാം കിട്ടി. ആൻഡ് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ അയക്കുന്ന ഡെലിവറി പാർട്ട്ണറിന്റെ പോലെ ഇരിക്കും. അതായത് എനിക്ക് എക്സ്പ്രസ് ബിയുടെ കൊറിയർ ആയിരുന്നു ആദ്യം എനിക്ക് അത് സെൻഡ് ചെയ്തത്. അതെനിക്ക് ഞാൻ July 15 ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം
എനിക്ക് അറൗണ്ട് 1 month എടുത്തു. എൻ്റെ കുറേ ദിവസം അത് ഡിലേ ആയി കളിച്ച് എനിക്ക് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടും എനിക്ക് അവരെന്നെ കോൺടാക്ട് ചെയ്തില്ല. തിരിച്ച് എന്തൊക്കെ ഷിപ്മെന്റ് ഇഷ്യൂ കാരണം അത് റിട്ടേൺ ആയിപ്പോയി. അപ്പം ഞാൻ ഡാസ്ലറിന്റെ സപ്പോർട്ടിൽ ഒന്നുകൂടി വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങളിത് ടിക്കറ്റ് റേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് റേസ് ചെയ്തിട്ട് എനിക്ക് പിന്നെ ഡൽഹി വേറി എന്ന് പറഞ്ഞിട്ടുള്ള കൊറിയർ പാർട്ട്ണർ ഉണ്ടല്ലോ അവരാണ് പിന്നെ എനിക്ക് റീസെൻ്റ് ആണ് ഡാസ്ലർ ചെയ്തത്. അതിന് ഡാസ്ലറിന് ഭയങ്കര ഒരു അടിപൊളി സംഭവമാണ് ചെയ്തത്. കാരണം നമുക്ക് അവർ ഫ്രീ ആയിട്ടാണ് ഒന്നാമത്തെ പ്രൊഡക്ട്സ് അയക്കുന്നത്. എന്നിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അപ്പം തന്നെ ഭയങ്കര ഒരു പ്രയോറിറ്റി ബേസിലാണ് ടിക്കറ്റ് റേസ് ചെയ്യുന്നതും നമുക്ക് പെട്ടെന്ന് തന്നെ ഇഷ്യൂ റിസോൾവ് ആക്കി അവർ സെക്കൻഡ് പിന്നെയും നമുക്കൊരു ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യാതെ ടിക്കറ്റിൻ്റെ ബേസിൽ നമുക്ക് അവർ ഓർഡർ പ്ലേസ് ചെയ്ത് തന്നു. അങ്ങനെ എനിക്ക് അത് 2 ദിവസം മുന്നേ ആണ് ഈ പ്രൊഡക്ട്സ് എൻ്റെ കൈ കിട്ടുന്നത്. ആൻഡ് ഐ എം വെരി ഹാപ്പി. നമുക്ക് അറൗണ്ട് 1000 rupees പ്രൊഡക്ട്സ് ആണ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുള്ളത്. അതും ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. എനിക്ക് മുന്നേ ഞാൻ ഈ ഐലൈനർ യൂസ് ചെയ്തിട്ടുണ്ട്, നല്ലതാണ്. അതുപോലെ തന്നെ ഈ 4 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല പോലെ ഇടാൻ പറ്റുന്നതാണ്. ഫെയർ സ്കിൻ ടോണിനൊക്കെ അടിപൊളിയാണ്. നമ്മുടെ എൻ്റെ സ്കിൻ ടോൺ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ഡീപ്പർ സ്കിൻ ടോൺ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമുക്കത് മിക്സ് ചെയ്തിട്ടൊക്കെ ഇടുമ്പോഴും നല്ല അടിപൊളി ഷെയ്ഡ്സ് ആയിട്ട് നമ്മുടെ ഒരു സ്കിൻ ടോണിന് മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡായിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ് പോലും ഇതിൻ്റെ 2 ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ സ്ക്രീനിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങളും ട്രൈ ചെയ്യുക, എന്നിട്ട് എന്താണെന്ന് പറയാം, എങ്ങനെയാണ് അപ്ഡേറ്റ്സ് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ തരിക. അപ്പം ഞാൻ ഹാപ്പി, നിങ്ങൾ ഹാപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ. ടാറ്റാ.